സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഞാനിത് മുമ്പ് കളിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇതെങ്ങനെ കളിക്കണ്ടേ എന്നുള്ളത്. സോ ചിലവർക്കൊന്നും അറിയില്ല, പക്ഷേ ഇത് ഭയങ്കര ഫേമസ് ഗെയിമാണ്. ചിലവർക്ക് കുറച്ചേർക്കൊന്നും അറിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ കളിക്കാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ അതൊക്കെ ഇത് കണ്ടോ, നമ്മൾ റിയൽ അല്ല കളിക്കുന്ന ട്രെയിലാണ്. മോർ ലൈക്ക് യുവേഴ്സ് ക്രാഫ്റ്റ്. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്യാം. സോ ഞാനിത് കണ്ടോ ഞാൻ ഇത് നോക്ക് കുറേ വേൾഡ് ആക്കിയിട്ടുണ്ട്. ക്രിയേറ്റ് ന്യൂ വേൾഡ് ആക്കാം. ഞാൻ പീസ്ഫുൾ മോഡിലാണ് ഇട്ട് കളിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഷെൽട്ടർ ഉണ്ടാക്കി ബെഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാനിത് ഈസി മോഡിലോട്ടിടും. അങ്ങനെ കുറേ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഹാർഡൊക്കെ ഇത് നോർമൽ പിന്നെ ഹാർഡ് അങ്ങനെ പറഞ്ഞാക്കും. സോ ഗൈസ്, നമ്മുടെ വേൾഡിന് ഒരു പേര് വേണം, അല്ലെങ്കിൽ ഞാൻ വേൾഡെല്ലാം മിസ്സായി പോവും. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൻ്റെ ഒരു ഷോർട്ട് ഫോം ഇടാം. ഹൈന നൈറ്റ് എന്നാണ്. അപ്പോൾ ഹൈന നൈറ്റ് ഗെയിമർ, അപ്പോൾ HKG. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ലോഡിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വേൾഡിൽ സ്പോൺ ആയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡ്. ഫുള്ള് കട്ടയായിരിക്കും. കട്ട പോലത്തെ ഒരു വേൾഡ്, കുഴി. പിന്നെ നമുക്ക് ഫാൾ ഡാമേജ് ഒക്കെ ഉണ്ടാവും. സോ ഗൈസ്, നമുക്കൊന്ന് സ്ട്രെയിറ്റ് ഒന്ന് പോയി നോക്കാം. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലല്ലോ. ഞാനിത് എങ്ങോട്ട് പോകും? ഗൈസ്, ലക്ക്. അങ്ങനെ പ്രത്യേകിച്ച് ലക്കൊന്നുമില്ല. നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ ജീവിക്കുന്ന കുറച്ച് പേര്. നമ്മളെപ്പോലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു സമാധാനത്തോടെ തിന്നും കുടിച്ചും പണിയെടുത്തും കഴിയുന്ന ഒരു കൂട്ടം പേർ. അവരെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ റിസോഴ്സസ് അടിച്ചു മാറ്റാം, വേറെ അല്ലാതെ. പിന്നെ അപ്പം ഇതാണ് വില്ലേജ്. ഇത് കണ്ടു കുറേ ബിൽഡിങ്, ഇതൊക്കെ ഇവരുടെ വീടാണ്. അപ്പോൾ ഇവർക്ക് ഓരോ ജോലികളുണ്ട്. അപ്പോൾ ഇവർക്ക് ജോലി എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ പോവില്ല. ഒരു പിന്നെ ട്രേഡേഴ്സാണ്. പിന്നെ ഇത് കണ്ടു ഈ ഒരു സംഭവം, ഇതൊക്കെ ഒരിതാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഡൂയിങ് സ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇതിങ്ങനെ ഞെക്കുമ്പോൾ കണ്ടു ഇതൊക്കെ പോഷൻ ഉണ്ടാക്കും. അതായത് ഓരോ ഇങ്ങനെ എഫക്റ്റൊക്കെ വരുന്ന കൂട്ട് പോഷൻസ് ഇല്ലേ, അതുപോലെ ഇവരുടെ വീട്ടിൽ ഇതുപോലെ സാധനങ്ങളുണ്ട്. ഡൂയിങ് സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ കമ്പോസ്റ്റോ അതൊക്കെ അവരുടെ അടുത്ത് വെച്ചാൽ അവർക്ക് ആ ജോലി കിട്ടും. അവരെ സ്വീകരിക്കണം. പിന്നെ പറയാലോ കുറേ മടിയന്മാരുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ ഈ ലൂട്ടൊക്കെ അടിച്ചു മാറ്റണം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല ലൂട്ടുള്ളത് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാൾക്കാണ്. ഇവിടെ എനിക്കൊന്നും പണിയില്ലാത്തവനാണ്. പണിയില്ല പിന്നെ പോവാം. പണിയില്ലാത്തവന്മാർക്ക് ആണെങ്കിൽ സ്വത്തും പണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവന്മാരുടെ വീട് ഫുള്ള് ഇതുപോലെ കല്ലും മണ്ണ് വെച്ചുണ്ടാക്കി. എല്ലാവരുടെ വീട് തന്നെ, ജോലിയുള്ളവരുടെ വീട് തന്നെ. ഇത് കണ്ട ഇതാണ് എന്താണ് സംഭവം. ഇവനെ കണ്ട ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവനെന്തോ വേറെന്തോ ജോലിക്കാരനാ. അപ്പോൾ ഇവന് നമ്മൾ ലെതർ കൊടുത്താൽ ഇത് തരും. 7 ഡയമണ്ട് കൊടുത്താൽ, ഡയമണ്ട് അല്ല എമറാൾഡ് കൊടുത്താൽ നമുക്കിത് കിട്ടും. ഒക്കെ മൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗെയിം ആദ്യം ഇപ്പോഴും ഞാൻ തുടങ്ങിയിട്ടുള്ള ഗെയിമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് കണ്ട. ഒരു തൊപ്പിയുള്ളവൻ കണ്ട, അതാണ് ഫാർമർ, കൃഷിപ്പണിക്കാരൻ. ഇതാണ് അവൻ്റെ ജോലിക്കുള്ള സാധനം. ഇതിൽ സീഡ് കൊണ്ടിട്ടാൽ ഈ ചെടി വളരാനുള്ളൊരു സാധനം വരും. അപ്പം ഇതൊക്കെയാണ് ഈ
സാധനം ഇതൊക്കെ ഒരു ജീവികളാണ്. ഇത് കോഴി, ഇത് കണ്ട ഒരു വെള്ള കളറ്. നമുക്ക് ന്യൂ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ റിസോഴ്സസ് ഗ്യാദർ ചെയ്യുമ്പോൾ ആണ് നമുക്കൊരു ഇത് കിട്ടണത്. അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ പ്ലേസ് ചെയ്ത് നോക്കാം. സോ ഗൈസ് പൊളിക്കാം. അത് നമ്മൾ മരം പൊളിക്കണം. സോ ഗൈസ് നമുക്ക് 5 മരം കിട്ടി. ഇത്ര മതിയെന്നാ തോന്നുന്നത്. ഇത്ര വേണ്ട, കുറച്ചും കൂടെ എടുക്കാം. ഓക്കെ, നമുക്ക് എടുക്കാം. അപ്പം ഞാൻ കുറച്ച് മരം എടുത്തിട്ട് നിങ്ങളെ ഇതാക്കാം. അതായത് നമ്മൾ മരം എടുത്തിട്ട് നിങ്ങളെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വുഡൊക്കെ എടുത്തു. 16 വുഡാണ് എടുത്തത്. ഇനി നമുക്കിത് പ്ലാങ്ക് ആക്കാം. കൃത്യം 64 എണ്ണം കിട്ടും. അതായത് ഒരു സ്റ്റാക്ക് കൃത്യം ഒരു സ്റ്റാക്കിനെയാണ് നമ്മൾ 24 സ്റ്റാക്കാണ് ഇതിൽ. അല്ല 24 അല്ല, ഞാൻ 24 എന്നല്ല നേരത്തെ പറഞ്ഞ 64. ഇപ്പം കണ്ട